ബഹുമാനായ അധ്യക്ഷൻ ഇസ്ലാം തിരൂർ, വേദിയിലിരിക്കുന്ന KNM-ന്റെ സംഘടനാ സാരഥികളെ, സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ, ധാർമ്മികത, സമൂഹം എന്ന ഒരു ആശയം, ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പയ്യോളി മണ്ഡലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും കൂടി നടത്തുന്ന ഈ ഒരു സംഗമം ആനുകാലികമായ, കാലിക പ്രസക്തമായ ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിശക്തമായ ചൂട് നമ്മൾ അനുഭവപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ചൂട് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് യുദ്ധം, ഗൾഫ് നാടുകളൊക്കെ, നമ്മുടെ സഹോദരങ്ങളൊക്കെ വളരെ പ്രയാസത്തിൽ, ഗൾഫിൽ മാത്രമല്ല, യുദ്ധം അവിടെയാണ് നടക്കുന്നതെങ്കിലും ഇവിടെ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയാണ്. ഒരു ഗ്യാസിന്റെ കുറ്റി തീർന്നാൽ അത് തീരുമ്പോഴേക്കും നമ്മൾ ബേജാറിലാണ്, അടുത്ത കുറ്റി കിട്ടുമോ എന്നുള്ളതാണ്. ഇങ്ങനെ ലോകത്ത് മനുഷ്യർ മൊത്തം എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളെ അപഗ്രഥനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന്റെ പുറമെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ മുമ്പിലുണ്ടായ അനുഭവങ്ങൾ, ഒരുപാട് മരണങ്ങൾ, അത്യാഹിതങ്ങൾ, കൂട്ടമരണങ്ങൾ, കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഒരു ഭാഗത്ത് സാർവത്രികമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ വെടിക്കെട്ട് ദുരന്തങ്ങള്, വാഹന അപകടങ്ങളുടെ ദുരന്തങ്ങള്, കുറച്ചു മുമ്പ് ഇപ്പൊ നമ്മൾ ചൂടനുഭവിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴക്കാലമാകുമ്പോൾ നമ്മൾ അനുഭവിച്ചത് പ്രകൃതി ദുരന്തങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ അതെല്ലാം മറന്നു പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നു പോകുന്നു. എല്ലാ കാലങ്ങളിലും സുഖമായി ഇവിടെ ജീവിക്കാൻ കഴിയും എന്ന് തോന്നുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾക്കൊന്നുമില്ല, എന്തെല്ലാമോ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മെ ബോധ്യപ്പെടുത്തുന്നു ചില അനുഭവങ്ങൾ, നാം ആരുമല്ല എന്ന്. ഈ ആരുമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടത് വിനയമാണ്, താഴ്മയാണ്. ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും ഇതിലെ ചരാചരങ്ങളെയും നമ്മയും ഒക്കെ, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബ്, ആ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നത്. അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ദൈവമാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, നമുക്ക് എന്നല്ല, ഈ ലോകത്ത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും ലോകാവസാനം വരെ വരുന്ന മനുഷ്യകുലത്തിനും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ വാസയോഗ്യമാക്കി നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്ന് അനുഗ്രഹിച്ച പടച്ച റബ്ബ്. ആ റബ്ബിനെ മനുഷ്യൻ മറന്നു പോകുമ്പോൾ ചില പരീക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് എന്ന മഹാമാരി നമ്മൾ മറന്നിട്ടില്ല, നമ്മളത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അത്രക്കും ഭീകരമായിരുന്നു അത്. ആ കോവിഡ് കാലത്തെ 1-2 വർഷക്കാലം നമ്മൾ എടുത്തു നോക്ക്. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന്. നമ്മളന്ന് വിവാഹങ്ങളെ ചുരുക്കി, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, നമ്മുടെ യാത്രകൾ വെട്ടിച്ചുരുക്കി, വാഹനങ്ങൾ ഉപയോഗിച്ചില്ല.
ആരാധനകൾക്ക് പള്ളികളിൽ പോലും പോവാൻ നമുക്ക് സാധിച്ചില്ല. പക്ഷേ ആ നിയന്ത്രണം അല്പാൽപമായി നീങ്ങിയപ്പോ നമ്മൾ മറന്നുപോയി. ഇപ്പൊ വീണ്ടും അടിച്ചുപൊളി കല്യാണങ്ങളിലേക്കും ആഭാസത്തലങ്ങളിലേക്കും അതുപോലെ ആഘോഷത്തിമർപ്പുകളിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ. എന്താഘോഷങ്ങളാണെങ്കിലും അവിടെ കുറെ പടക്കം പൊട്ടിക്കുകയും കുറെ അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുകയും പണം അനാവശ്യമായി ദൂർത്തടിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും സജീവമാവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ത്യനാളിലെ അടയാളങ്ങൾ പറഞ്ഞപ്പോ കൊലപാതകങ്ങൾ എന്ന് അധികരിക്കുമ്പോ അതിൽ പ്രയോഗിച്ച പദം വെട്ടിക്കൊല്ലുന്നതിന് തുല്യമായൊരു പദമാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, ഇന്ന് മനുഷ്യനെ വെട്ടി നുറുക്കിക്കൊല്ലാൻ ആളുകൾക്ക് മടിയില്ല. അത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ ഇന്നും നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. എന്താണ് മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരസ്പരം ആലോചിക്കുകയാണ്. ഇതിനൊക്കെ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ മോശമായ കാലഘട്ടങ്ങളിൽ ജീവിച്ചുപോയ മനുഷ്യർക്ക് കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ജീവിതത്തിന്റെ മാർഗദർശനം നൽകിയിട്ടുണ്ട്. ആ ഹുദ, സന്മാർഗം, നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാത അത് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനമായ ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇവിടെ നമുക്കെല്ലാ സമാധാനവും ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശ്വാസ രംഗത്ത് പോലും അപച്യുതികൾ, അപജയങ്ങൾ കടന്നു വരികയും ശിർക്ക്, ബഹുദൈവാരാധന സജീവമാവുകയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ തിന്മകളും വളരെ ശക്തമായി തിരിച്ചു വരികയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അതിന്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതകളുണ്ട്. ഈ അധാർമികത പ്രവണതകൾ ശക്തമാകുമ്പോ, സാമൂഹ്യ തിന്മകൾ തിരിച്ചു വരുമ്പോ, വിശ്വാസ ജീർണതകൾ വരുമ്പോ അവരെ സമുദ്ധരിക്കുക എന്ന, സംസ്കരിക്കുക എന്ന പ്രവാചകന്മാർ ഏറ്റെടുത്ത ദൗത്യം അത് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മനുഷ്യരെ നമ്മൾ ബോധവാന്മാരാക്കണം. എല്ലാ വിഭാഗം ആളുകളോടും പറയണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധത്തിന്റെ കെടുതി എന്നോണം, അതിന്റെ ബാക്കി എന്നോണം നമ്മുടെ നാട്ടിൽ ക്ഷാമം വരുമ്പോഴേക്കും, ഗ്യാസിന് ക്ഷാമം, ഭക്ഷണം അല്ലെങ്കിൽ കച്ചവടങ്ങൾ അതുപോലെയുള്ള ഏർപ്പാടുകളൊക്കെ നിന്നും മുടങ്ങിയും പോകുമ്പോ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ലളിതമായ ജീവിതം, ചെലവ് ചുരുക്കുക എന്നത് അവിടെയും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോ കാലഘട്ടത്തിനും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ സ്ത്രീധനം പോലെയുള്ള തിന്മകൾ, സാമൂഹ്യ തിന്മകൾ സജീവമായപ്പോ അതിനെതിരെ വളരെ ശക്തമായി ഇടപെടുകയും മാതൃകാ വിവാഹങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ലളിത വിവാഹങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഭക്ഷണത്തിലെ ധൂർത്തുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് മാതൃക കാണിച്ച് മുന്നിൽ നടന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയമായി, സാമൂഹ്യമായി ചേരിതിരിവുകൾ ഉണ്ടാക്കപ്പെടുകയും മനഃപൂർവ്വം വർഗീയതയും അതുപോലെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അകൽച്ചകൾ നമ്മുടെ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ ഫാസിസത്തിനെതിരെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് വർഗീയതക്കെതിരെ ബോധവൽക്കരണം നടത്തി മതത്തെ അത് വർഗീയതയാണെന്ന് വരുത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതല്ല, മതം മനുഷ്യ സൗഹാർദ്ദമാണ് പഠിപ്പിക്കുന്നത്, മാനവിക മൂല്യങ്ങൾ എന്താണ് എന്ന് ഈ സമൂഹത്തെ വിവിധ പ്രമേയങ്ങൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. ഞാൻ സൂചിപ്പിച്ചത് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പല വിഷയങ്ങളുമുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കണം. സാമൂഹ്യ തിന്മകൾ, അധർമ്മങ്ങൾ, ലൈംഗിക അരാജകത്വങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ നോക്കൂ, ലഹരി,
എത്ര കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ ദിവസേന എന്നോണം പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ പ്രതികളായി തീരുന്നതാര? ജാതിയും മതവും അതൊന്നും പ്രശ്നമല്ല. ചെറുപ്പക്കാരായ വളരെ 18, 19, 20 വയസ്സുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവാക്കളും യുവതികളും ഒക്കെ പിടിക്കപ്പെടുകയാണ്. അവിടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോ അവിടെയൊക്കെ വലിയ വലിയ ആളുകളായി കൊണ്ടു നടന്നിരുന്ന യുവസമൂഹം നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇതിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം എന്താണ്? മതമൂല്യങ്ങളിലേക്ക്, പരലോക ചിന്തയിലേക്ക്, ദൈവബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകണം. മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കണം. അതാണ് നമുക്ക് നിർവഹിക്കാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ. വെറും ഒരു പള്ളിയിൽ നിന്നുള്ള ജുമാ ഖുതുബ കൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് കൂടി ചർച്ച ചെയ്തതുകൊണ്ടോ കാര്യമായില്ല. നമ്മുടെ ചെറുപ്പക്കാർ, ഇവിടെ കുറെ പ്രായം ചെന്ന ആളുകളെയും അതുപോലെ സ്ത്രീ സഹോദരിമാരെ ഇവമാരെയും ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരികൾ ഇന്ന് ഒരു വെക്കേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു സഹോദരി പറഞ്ഞു, കുട്ടികളെ കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികളെ, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളെ പോലും നമ്മുടെ ക്യാമ്പുകളിലേക്ക് അവരെ ബോധവൽക്കരിക്കാൻ, അവർക്ക് മതം പഠിപ്പിക്കാൻ, അവരെ സംസ്കാരം പഠിപ്പിക്കാൻ, ഈ കാലഘട്ടത്തിൽ ഈ ക്യാമ്പസുകളിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കാൻ അവരെ വിളിച്ചുകൂട്ടി 2-3 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പുകളാക്കി നടത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഈ തലമുറയിൽപ്പെട്ട ആളുകൾ, കുട്ടികൾ, രക്ഷിതാക്കൾ അവിടെ സങ്കടം പങ്കുവെക്കുകയാണ്. നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഈ കാലത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? മനുഷ്യന് അതാണ് ഈ പ്രമേയം. മനുഷ്യൻ, ധാർമ്മികത, സമൂഹം. ഒരു മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹം പല നിലക്കും ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്നത് വർഗീയമായ ചേരിതിരിവുകളാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഭരണത്തിന്റെ പേരിൽ, ഭരണം പിടിക്കുന്നതിന്റെ പേരിൽ, രാഷ്ട്രീയ മത്സരങ്ങളുടെ പേരിൽ, തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ? വളരെ സ്നേഹാദരങ്ങളോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, കൊണ്ടും കൊടുത്തും സ്നേഹിച്ചുമൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന മതവിശ്വാസികൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന, വിദ്വേഷം പരത്തുന്ന പലതരത്തിലുള്ള പ്രവണതകളും നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു കൃത്യമായ ഒരു വഴി, ഒരു പാന്താവ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം നാം ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ഖുർആനും പ്രവാചക ചിന്തയും ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ പ്രവാചകന്മാരൊക്കെയും വേദഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവ സമൂഹത്തെ സംസ്കരിച്ചെടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സകലമാന മനുഷ്യരെയും, എല്ലാ ഹൃദയങ്ങളെയും നമ്മൾ ഈ സത്യസന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. വികലമായ, അപ്രസക്തമായ ഒരു കൂട്ടം മരീചികൾക്ക് പിന്നാലെയാണ് നമ്മുടെ സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരെ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചിന്തയുടെയും അടിസ്ഥാനത്തിൽ അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. നമ്മെപ്പോലെ ചിന്തിക്കുന്ന, നമ്മെപ്പോലെ ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക ജീവിതം ആഗ്രഹിക്കുന്ന, നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമാന ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം, അവരെ കൂടെ നിർത്താൻ കഴിയണം. എല്ലാവിധ തിന്മകളെയും നമുക്ക് പ്രതിരോധിക്കാനും അതിൽ ആളുകൾ പെട്ടുപോകാതിരിക്കുക. അതാണ് വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈറി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുൽ മുഫ്ലിഹൂൻ. ഖുർആൻ പറഞ്ഞതാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംഘടിച്ചിട്ടുള്ളത്. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, സദാചാരം കൊണ്ടുവരുന്ന ഒരു ടീം, ഒരു കൂട്ടം ആളുകൾ, ഒരു സംഘം, ഒരു ഉമ്മത്ത് നമ്മിൽ നിന്ന് നമ്മളാൽ ഉണ്ടാകണം എന്നുള്ളത് ഖുർആന്റെ നേട്ടമാണ്. ഇത് നമ്മൾ നിർവഹിക്കാതെ മാറി നിൽക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ശിക്ഷകളിൽ, ഈ കടുത്ത പരീക്ഷണങ്ങളിൽ നമ്മളും പെട്ടുപോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കേന്ദ്രം പയ്യോളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ പരിപാടി എല്ലാ നിലക്കും സന്തോഷകരമാണ്, സംതൃപ്തിയുള്ളതാണ്.
ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ശാഖാതലങ്ങളിൽ നമ്മുടെ മഹല്ല് കൂട്ടായ്മകൾ സംഘടിപ്പിച്ച്, ശാഖാ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ച് നമ്മുടെ പള്ളിയിലേക്കും ആരാധനാലയങ്ങളിലേക്കും നമ്മുടെ എല്ലാവിധത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് എല്ലാ മനുഷ്യരെയും കൊണ്ടുവരികയും നമ്മുടെ നാടുകളിൽ സ്നേഹവും സഹോദര്യവും ഐക്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനും ഇത്തരത്തിലുള്ള ജീർണതകൾ കടന്നു വരാതിരിക്കാനുമുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ വെച്ചു പുലർത്തണമെന്നും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി ശാന്തമായി നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനായി അധ്വാനിക്കാൻ, പണിയെടുക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.